ഒടുവിൽ തിരുവനന്തപുരത്തിന് DCC അധ്യക്ഷനായി. തിരുവനന്തപുരത്തെ പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ MLA-യുമായിരുന്ന T. ശരത്ചന്ദ്ര പ്രസാദാണ് തിരുവനന്തപുരത്തെ DCC അധ്യക്ഷൻ. VD സതീശൻ ടീമിനെ വെട്ടിമാറ്റിയാണ് ശരത്ചന്ദ്ര പ്രസാദ് DCC അധ്യക്ഷൻ ആകുന്നത്. നിലവിൽ KPCC വൈസ് പ്രസിഡന്റാണ് ശരത്ചന്ദ്ര പ്രസാദ്. കേരളത്തിലെ കോൺഗ്രസിൽ ഏറ്റവും തഴയപ്പെടുന്ന മുൻനിര നേതാക്കളിൽ ഒരാളാണ് ശരത്ത് എന്നതും ശ്രദ്ധേയം. കോൺഗ്രസിൽ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് 2000 ദേശീയ ബാലതരംഗം എന്ന ഒരു സംഘടന ഉണ്ടാക്കിയത്, കുട്ടികളുടെ സംഘടന ഉണ്ടാക്കിയത്. ദേശീയ ബാലതരംഗത്തിൻ്റെ പരിപാടികളൊക്കെ വലിയ ആഘോഷപൂർവ്വം അദ്ദേഹം നടത്തി. അതോടുകൂടിയാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ കണ്ണിൽ കരടായി മാറിയത്, പ്രത്യേകിച്ചും K. മുരളീധരൻ്റെ. ലീഡറുടെ പെറ്റായ ശരത്ചന്ദ്ര പ്രസാദ് പത്മജയുമായി ചേർന്ന് പോകുന്നത് കാരണം മുരളീധരന് കലിപ്പുണ്ടായി. മുരളീധരൻ ശരത്ചന്ദ്ര പ്രസാദിനെ ഒതുക്കി. മുരളീധരൻ KPCC അധ്യക്ഷനായി വന്നപ്പോൾ ശരത്ചന്ദ്ര പ്രസാദിൻ്റെ കഷ്ടകാലവും തുടങ്ങി. K. കരുണാകരന് അക്കാലത്ത് ശരത്ചന്ദ്ര പ്രസാദിനെ പ്രതിരോധിക്കാനോ ശരത്ചന്ദ്ര പ്രസാദിനെ കൂടെ നിർത്താനോ സാധിച്ചില്ല. അത് പിന്നീട് വഴിവെച്ചത് മുണ്ടുരിയൽ നാടകത്തിൽ. ശരത്ചന്ദ്ര പ്രസാദും രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യും ചേർന്ന് അന്ന് നടത്തിയ മുണ്ടുരിയൽ സംഭവമൊക്കെ വലിയ ചർച്ചാ വിഷയം ആയിരുന്നു. ഇരുവരും KPCC ആസ്ഥാനത്തിലേക്ക്, തിരുവനന്തപുരത്തുള്ള KPCC ആസ്ഥാനത്തിലേക്ക് പോകാൻ ശ്രമിച്ചതും അവരെ തടഞ്ഞ് K. മുരളീധരൻ്റെ പ്രവർത്തകർ ആക്രമിച്ചതും ആ ആക്രമണത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഉടുമുണ്ട് പറഞ്ഞു പോയതും ഒക്കെ ചരിത്രം. പിന്നീട് കുറെ കാലം ശരത്ചന്ദ്ര പ്രസാദും രാജ്മോഹൻ ഉണ്ണിത്താനും കോൺഗ്രസിൻ്റെ തിരുത്തൽ ശക്തികളായി നിന്നു. പക്ഷേ ഇരുവർക്കും ഒരു പരിധിക്കപ്പുറം മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. ഇരുവരും ഇരു കൈവഴികളിൽ വേർപിരിഞ്ഞു. ശരത്ചന്ദ്ര പ്രസാദ് കോൺഗ്രസ് തഴഞ്ഞ ഒരു നേതാവ് തന്നെയാണ്. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് അദ്ദേഹം എതിരാളികളിൽ നിന്ന്, SFI പ്രവർത്തകരിൽ നിന്ന് ക്രൂരമായ ആക്രമണം നേരിട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വയറ്റിൽ കുത്തേറ്റു. അദ്ദേഹത്തിൻ്റെ ദേഹമാസകലം വെട്ടി പരിക്കേൽപ്പിച്ചു SFI പ്രവർത്തകർ. SFI-KSU സംഘർഷത്തെ തുടർന്നാണ് അത് സംഭവിച്ചത് എന്നുള്ളത് ശ്രദ്ധേയം. ഏകപക്ഷീയമായ ഒരു ആക്രമണമല്ല SFI പ്രവർത്തകർ അന്ന് SN കോളേജിൽ നടത്തിയത്, ചെമ്പഴന്തി SN കോളേജിൽ നടത്തിയത്. എന്തായാലും ആ ആക്രമണത്തിനിരയായ ശരത്ചന്ദ്ര പ്രസാദിന് ഭാഗ്യം കിട്ടി. പിന്നീട് അദ്ദേഹം ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. ആനത്തലവട്ടം ആനന്ദനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. MLA എന്ന നിലയിൽ ആറ്റിങ്ങലിൽ അദ്ദേഹം ഒരുപാട് പരിപാടികൾ കൊണ്ടുവന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു പരിപാടി പ്രേം നസീർ അനുസ്മരണം ആയിരുന്നു. പ്രേം നസീർ അനുസ്മരണത്തിന് ഉണ്ണിമേനോൻ അടക്കമുള്ള ഗായകന്മാർ എത്തി. ആറ്റിങ്ങൽ നഗരത്തെ പുളകം കൊള്ളിച്ചു ശരത്ചന്ദ്ര പ്രസാദ്. പിന്നീട് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു. ആ ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയില്ല. അദ്ദേഹം പണം അടിച്ചു മാറ്റി പ്രേം നസീറിന്റെ പേരിൽ എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഉയർന്നത്. പിന്നീട് അദ്ദേഹം KPCC ജനറൽ സെക്രട്ടറിയായി മാറി. അപ്പോഴാണ് ദേശീയ ബാലതരംഗം എന്ന ഒരു പ്രസ്ഥാനം അദ്ദേഹം സംഘടിപ്പിച്ചതും കോൺഗ്രസിന് വെല്ലുവിളി ഉയർത്തിയത്. എന്തായാലും മുരളീധരനും ശരത്ചന്ദ്ര പ്രസാദും തമ്മിൽ തെറ്റിയത് കരുണാകരനെ ധർമ്മസങ്കടത്തിലാക്കി. മകനും വളർത്തുമകനും തെറ്റുമ്പോൾ എന്ത് ചെയ്യും എന്ന ഒരവസ്ഥ കരുണാകരന് വന്നു. K. മുരളീധരനും ശരത്ചന്ദ്ര പ്രസാദും തമ്മിൽ ഇപ്പോഴും നല്ല ബന്ധത്തിലല്ല. ശരത്ചന്ദ്ര പ്രസാദിനെ DCC അധ്യക്ഷനാക്കാൻ ആഗ്രഹിക്കുന്നതും നോമിനേറ്റ് ചെയ്തിരിക്കുന്നതും രമേശ് ചെന്നിത്തലയാണ്. ഒരു കാലത്ത് ശരത്ചന്ദ്ര പ്രസാദിന്റെ വലം കൈയായിരുന്ന ചെമ്പഴന്തി അനിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ശരത്തിന്റെ എതിരാളി. ചെമ്പഴന്തി അനിലിന് സതീശൻ വിഭാഗത്തിന്റെ പൂർണ്ണമായ പിന്തുണയുണ്ട്. സതീശന്റെ പിന്തുണ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. എന്തായാലും ചെമ്പഴന്തി അനിൽ അങ്ങനെ DCC അധ്യക്ഷ കുപ്പായമൊക്കെ തുന്നി ഇരിപ്പായിരുന്നു. പക്ഷേ പഴയ ഗുരു തന്നെ അനിലിനെ അട്ടിമറിച്ചു. ശരത്ചന്ദ്ര പ്രസാദ് DCC അധ്യക്ഷനാകും എന്നത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. യുവാക്കളെ ഇളക്കിമറിക്കുന്ന പ്രസംഗ ശൈലി, യുവാക്കളുടെ ഇടയിലേക്ക് ചിരപരിചിതനെ പോലെ ഇറങ്ങിച്ചെല്ലുന്ന വ്യക്തിത്വം,
അതൊക്കെയാണ് ശരത്ചന്ദ്ര പ്രസാദ്. ആ വ്യക്തിത്വത്തിനുള്ള അംഗീകാരമാണ് DCC അധ്യക്ഷ സ്ഥാനം. എന്തായാലും ശരത്ചന്ദ്ര പ്രസാദിന് വൈകിയെങ്കിലും നല്ല പദവി കിട്ടും എന്നറിഞ്ഞപ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് വലിയ സന്തോഷം.